എവരിവൺ, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ഇന്ന് ഏട്ടന് ലീവാണ്. എന്തിനാ ലീവ് എടുത്തതെന്ന് വെച്ചാൽ എനിക്കൊരു കുഞ്ഞ് സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്, സൈനസൈറ്റിസിൻ്റെ. അപ്പോൾ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയായിരിക്കും. എനിക്കതിങ്ങനെ ജന്മന ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇങ്ങനെ മൂക്കിൽ അലർജിയുടെ ഒക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇങ്ങനെ ദശ വളർന്നിട്ട് അത് കട്ട് ചെയ്തിട്ടൊക്കെ കളഞ്ഞു. ഇപ്പോൾ ഇന്ന് ലാസ്റ്റത്തെ ഫോളോ അപ്പ് ആയിരുന്നു ഡോക്ടറെ കാണിക്കേണ്ടത്. അപ്പോൾ അതിലൊരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ ഗൈസ്, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഡോക്ടറെ അടുത്ത് പോയിട്ട് എന്താ സന്തോഷ വാർത്ത? ഡോക്ടറെ അടുത്ത് പോയി അതൊക്കെ ക്ലിയർ ചെയ്തപ്പോൾ സന്തോഷം തന്നെയാണ്. കാരണം സർജറിയുടെ അതൊക്കെ ഭാഗ്യം, ദൈവം സഹായിച്ച ഒരു കുഴപ്പമില്ല, ഭംഗിയായിട്ട് കഴിഞ്ഞു. ഞാൻ 3ാമത്തെ തവണയാണ് ഗൈസ് ഈ ഒരു മൂക്ക് കുത്തുന്നത്. ഒരു തവണ കുത്തി പഴുത്തു, സീനായിട്ട് ഞാൻ കളഞ്ഞു. 2ാമത്തേത് കുത്തി ലെഫ്റ്റായിരുന്നു കുത്തിയത്. ലെഫ്റ്റ് കുത്തിയപ്പോൾ എന്തായാലും സർജറിക്ക് വേണ്ടിയിട്ട് നമ്മളത് ഊരിക്കളയേണ്ടി വരുമല്ലോ. അപ്പോൾ ഊരിയതും പിന്നീട് അത് അടഞ്ഞു. പിന്നെ നമുക്ക് പെട്ടെന്നൊന്നും ഇടാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഡോക്ടറുടെ അടുത്ത് ഞാൻ ചോദിച്ചു, ഡോക്ടർ ഇന്ന് ഞാൻ മൂക്ക് നീ കുത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞോ എന്താ ഞാൻ തന്നെ കുത്തിത്തരണോ? അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ ഞാൻ കുത്തിത്തരാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഇന്ന് എനിക്ക് കുത്തിത്തന്നു ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഭംഗിയുണ്ടോ? പിന്നെന്താണ് വിശേഷം? പിന്നത്തെ ഏട്ടനുണ്ട്, ഏട്ടൻ ഡ്രൈവ് ചെയ്യണം. ഏട്ടൻ ഒരു ഹായ് പറയ്. ഡ്രൈവ് ചെയ്തോട്ടെ, ഏട്ടൻ ഡ്രൈവ് ചെയ്തോട്ടെ ഗൈസ്, നമ്മൾ ഡിസ്റ്റർബ് ചെയ്യരുത് ഡ്രൈവ് ചെയ്യുന്ന ആളനെ. പിന്നെ എന്താ പറയുക, നമ്മൾ 1-2 ഷോപ്പിംഗ് ഒക്കെ തൃശ്ശൂർ ഉണ്ടായിരുന്നു. പിന്നെ ഏട്ടന് വണ്ടി സർവീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി മേടിച്ചു. പിന്നെ എനിക്ക് ഗുഡ് വില്ലൊക്കെ പോയിട്ട് 1-2 ഫാൻസി ഷോപ്പാണ്, അറിയാലോ. അപ്പോൾ നമ്മൾ 1-2 സാധനങ്ങളൊക്കെ മേടിച്ചു. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ വീഡിയോ ഒക്കെ കുറച്ചൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട് അല്ല ഏട്ടാ? അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്കുള്ള ഓരോ വിശേഷങ്ങളായിട്ട് കാണാം കേട്ടോ. ഹലോ, ആദ്യം തന്നെ ഞാനൊരു സോറി പറയുകയാണ്. കാരണം എൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കുന്നതും 1-2 പർച്ചേസൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. കാരണം ഞാൻ സേവ് ചെയ്യാൻ മറന്നുപോയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇപ്പം നിൽക്കുന്നത് ഗുഡ് വിൽ കളക്ഷനിലാണ്, തൃശ്ശൂർ പാലസ് റോഡിലുള്ളത്. അപ്പോൾ ഈ ഒരു ഗുഡ് വില്ലിനെ പറ്റിയിട്ടൊരു വീഡിയോ, ഇതിലൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഒരുപാട് പേർക്ക് അറിയിരിക്കും ഗുഡ് വിൽ കളക്ഷൻ എന്താണെന്നുള്ളത്, എന്നാലും അറിയാത്തവരും ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് ഒരു യൂസ്ഫുൾ വീഡിയോ ആവട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ ഈ ഗുഡ് വിൽ കളക്ഷൻ എന്ന് പറയുമ്പോൾ അതൊരു ഫാൻസി ഷോപ്പാണ്. അതുപോലെ കോസ്മെറ്റിക്സ്, മെറ്റീരിയൽസ്, ജ്വല്ലറി എല്ലാം ഇവിടെ കിട്ടും. എല്ലാം ഒരു കൊടക്കീഴിൽ തന്നെ എന്ന് വേണം പറയാൻ. അപ്പോൾ ഇവർക്ക് കൊച്ചിയിൽ തന്നെ 2-3 ഷോപ്പുണ്ട്, തൃശ്ശൂർ 2-3 ഷോപ്പുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും വലുത് നമ്മളെ ഈ പാലസ് റോഡിലുള്ളതാണ്. പിന്നെ കോട്ടയത്തുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ വരികയാണെങ്കിൽ എല്ലാം നമുക്കിവിടെ കിട്ടും. ഏതൊരു കോസ്മെറ്റിക്സ് ആയിക്കോട്ടെ, ജ്വല്ലറി ആയിക്കോട്ടെ, മെറ്റീരിയൽ ആയിക്കോട്ടെ, ഫാൻസി ആയിക്കോട്ടെ. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, കല്യാണത്തിനൊക്കെ പർച്ചേസ് ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര നല്ലൊരു ഓപ്ഷനാണ്. കാരണം നമുക്ക് 1-2 കടകൾ ഇങ്ങനെ കയറി നടക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു വളയോ മാലയൊക്കെ അന്വേഷിച്ചിട്ട് നമ്മൾ വിചാരിക്കുന്ന ഒരു ഷെയ്ഡ് നമുക്ക് കിട്ടില്ലല്ലേ. അപ്പോൾ അവർക്കൊക്കെ പറ്റിയൊരു കടയാണ്. അതുപോലെ കുട്ടികളുടെ ആയിക്കോട്ടെ, നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഈ ക്യൂട്ട് ഐറ്റംസ് ഇല്ലേ, അതുപോലെ ഹെയർ എക്സ്റ്റൻഷൻസ്, ഹെയർ ബോസ്, വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻ എന്ന് വേണം പറയാം. അതുപോലെ നമുക്ക് ഇന്ന് ഇവിടുന്ന് ഒരുപാട് സാധനങ്ങളൊന്നും മേടിക്കാനില്ല, എന്നാലും അതുപോലെ ഈ ത്രെഡ് വളകൾ, മരത്തിൻ്റെ വളകളൊക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ എന്താ പറയുക, നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ദിവസം ഫുള്ള് നമ്മൾ കണ്ടാലും മതിയാവില്ല. പിന്നെ ആംഗ്ലെറ്റ്സുകൾ, റിങ്സ്, പിന്നെ ക്രാബ് ആയിക്കോട്ടെ, ഒക്കെ നല്ല അടിപൊളി കളക്ഷൻ എന്ന് പറയാം. നമുക്കിങ്ങനെ ഒന്ന് നോക്കി അടുത്ത് നോക്കുമ്പോൾ അത് അതിനേക്കാളേറെ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇന്ന് നമുക്ക് ഒരുപാട് പർച്ചേസ് ഒന്നുമില്ല, എന്നാലും ഞാൻ 1-2 സാധനങ്ങൾ മേടിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ നോക്കിയെടുത്തു. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എക്സ്പെൻസീവ് ആണോ അതോ അഫോർഡബിൾ ആണോ എന്ന്. നമ്മുടെ പർച്ചേസ് പോലെ ഇരിക്കും. കാരണം അഫോർഡബിൾ ആയിട്ടുള്ള ഐറ്റംസും അവിടെ ഉണ്ട്, അതുപോലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ നന്നായി തിരഞ്ഞ് മേടിക്കാം. നമ്മുടെ ബഡ്ജറ്റ് എപ്പോഴും നമ്മളല്ലേ തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മളുടെ രീതിക്കനുസരിച്ച് നമുക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും അഫോർഡബിൾ തന്നെയാണ്. കാരണം ഞാൻ ക്രാബൊക്കെ നോക്കുമ്പോൾ പുറത്ത് ആ ഒരു ക്രാബിന് ചില കടകളിൽ അതിലും കൂടുതൽ റേറ്റൊക്കെ മേടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കി മേടിച്ചപ്പോൾ എനിക്ക് അഫോർഡബിൾ ആയിട്ട് തന്നെ തോന്നി. എക്സ്പെൻസീവ് ആയിട്ടുള്ളതും ഉണ്ട്. അതൊക്കെ ഓരോ വളയും മാലയും അതിൻ്റെയൊക്കെ മെറ്റീരിയൽസിനനുസരിച്ചാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ മെറ്റീരിയൽസ് ഉണ്ട്, നമുക്ക് കുർത്താസ്, ബ്ലൗസ് മെറ്റീരിയൽ, അതൊക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പം ഞാനിതിങ്ങനെ നോക്കി എനിക്കും മടുത്തു. കാരണം നമ്മളിങ്ങനെ എത്ര നോക്കിയാലും അത് തീരില്ല. ലാസ്റ്റ് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചു. അത്യാവശ്യം നല്ലൊരു ചെറിയ ബില്ല് തന്നെയാണ് വന്നത്. അത് മേടിച്ച് നമ്മൾ വരികയാണ്. അപ്പോൾ ഏട്ടൻ എന്നോട് പറയണേ ഹാപ്പി ആയില്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് തിരിച്ച് വരുമ്പോൾ ഏട്ടൻ എൻ്റെ ആ സന്തോഷത്തിലുള്ളൊരു വരവ് വീഡിയോ എടുത്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ യൂസ്ഫുൾ ആവട്ടെ.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ്, ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് അറിയാനായിട്ടാണോ എന്താണെന്നറിയില്ല. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.